ഈ ഇരുൾ വീണ ജീവിതത്തിൽ സുജയ്ക്ക് വെളിച്ചമാകുന്നത് അക്ഷരങ്ങളാണ്. ഇരു കണ്ണുകളും നഷ്ടപ്പെട്ട് ഇരുട്ടുമൂടിയ ജീവിതത്തെ കുട്ടിക്കാലത്തെ വായനാനുഭവത്തിന്റെ കരുത്തിൽ സുജ തിരിച്ചു പിടിക്കുകയാണ്. മകൾ അമല നിഴലായി കൂടെയുള്ളപ്പോൾ നിറമില്ലാത്ത ഈ ജീവിതവും സുജയ്ക്ക് മഴവില്ലോളം മനോഹരമാകുന്നു. കൊറോണ കാലത്തിനു മുൻപാണ് മകളുടെ പ്രസവത്തെ തുടർന്ന് സുജ ഗൾഫിൽ നിന്നും നാട്ടിലെത്തുന്നത്. പിന്നീട് ലോക്ക്ഡൌൺ മൂലം പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല. 3 വർഷം മുൻപേ ഡെങ്കിപ്പനി ബാധിച്ചതോടെ സുജയുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് വീണു തുടങ്ങി. വെന്റിലേറ്ററിലായ സുജയുടെ ഐബോൾ പൊട്ടുകയും കണ്ണുകൾ നീക്കിയില്ലെങ്കിൽ ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് പടരുമെന്നുമായതോടെ പ്രതീക്ഷകൾ കൈവിട്ടു. ജീവിതത്തിലേക്കൊരു മടങ്ങിവരവ് അസാധ്യമാണെന്ന് വിധിയെഴുതിയവരെ അത്ഭുതപ്പെടുത്തിയാണ് സുജയുടെ 2ാം ജന്മം. പിന്നീടങ്ങോട്ട് ശബ്ദങ്ങളിലൂടെ എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞ സുജയ്ക്ക് മകൾ അമലയായിരുന്നു കാഴ്ച. ശബ്ദം കേട്ടതും അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. മകളുടെ നിർബന്ധത്തിൽ സുജ എഴുത്തിന്റെ ലോകത്തെത്തി. കേട്ടെഴുതാൻ മകൾ അമലയ്ക്കൊപ്പം സുഹൃത്ത് ഗീതാവത്സനും ചേർന്നു. 2 കോടി രൂപ ചിലവുള്ള ബയോണിക്ക ട്രീറ്റ്മെന്റ് നടത്തിയാൽ കാഴ്ച തിരിച്ചു കിട്ടും. അങ്ങനെയെങ്കിൽ തന്റെ പേരക്കുട്ടികളെ കാണണമെന്നാണ് സുജയുടെ ആഗ്രഹം. എനിക്കിനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഓസ്ട്രേലിയയിലെ മൊണാഷ് യൂണിവേഴ്സിറ്റി ഒരു ബയോണിക്ക എന്ന് പറഞ്ഞൊരു സംഭവം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് തലച്ചോറിലൊരു ചിപ്പ് ഘടിപ്പിക്കുക, എന്നിട്ട് ക്യാമറ വയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് മാത്രമേ ഇനി എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓലഞ്ഞാലിക്കിളി, മിഴുനനയാതെ എന്നിങ്ങനെ പുസ്തകങ്ങൾക്ക് ജീവൻ നൽകിയ ഈ എഴുത്തുകാരി നിരവധി അവാർഡുകളും നേടി. മിഴുനനയാതെ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമയും ചെയ്തു. പുതിയ പുസ്തകമായ നീലാച്ചൂട്ടിന്റെ മിനുക്കുപണിയിലാണ് സുജ. ജീവിതത്തിൽ കനത്ത പരീക്ഷണങ്ങൾ തേടിയെത്തിയപ്പോഴും പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുകയാണ് ഈ 52കാരി. ന്യൂസ് മലയാളം, കൊച്ചി.